മൈ ഡിയേഴ്സ്, പരീക്ഷാക്കാലം അടുത്ത് വരികയാണ് അല്ലേ? പരീക്ഷയുടെ ഡേറ്റ് ഒക്കെ വന്നു. ആ സമയത്ത് നമുക്ക് പരീക്ഷയ്ക്ക് സാധ്യതയില്ല, അല്ലെങ്കിൽ പഠിച്ച കാര്യങ്ങൾ വീണ്ടും ഒന്ന് പഠിച്ചു നോക്കുക എന്നൊക്കെയാണ് നമ്മളിപ്പോൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലേ? ഇന്ന് ടീച്ചർ പറയുന്നത് ചില പദങ്ങളുടെ അർത്ഥങ്ങളാണ്. പല വാക്കുകളും നമുക്ക് ചിലപ്പോൾ കേൾക്കുമ്പോൾ ഇതേതാണ്, ഇതിൻ്റെ അർത്ഥം എന്താണ് എന്നൊക്കെ ഒന്ന് ആലോചിച്ചു പോകും. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ പരിക്കേറ്റ കുട്ടി എന്ന് പറയുന്ന പാഠത്തിൽ നമ്മൾ പഠിക്കുന്ന കുറച്ച് പദങ്ങളുണ്ട്. അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. പരിക്കേറ്റ കുട്ടി കുമാരനാശാനാണ് എഴുതിയിരിക്കുന്നത്, മറന്നു പോകരുത്. അമ്മയും കുഞ്ഞും തമ്മിലുള്ള സ്നേഹത്തെ കുറിച്ചാണ് അല്ലെ. അതിലെ നിറുക എന്ന് പറഞ്ഞാൽ മൂർധാവാണ് കേട്ടോ. നിറുക, നമ്മള് മൂർധാവിനെയാണ് നമ്മള് നിറുക എന്ന് പറയുന്നത്. നിറുക. ചാഞ്ചാടി എന്ന് പറഞ്ഞാല് അങ്ങോട്ടും ഇങ്ങോട്ടും. ചാഞ്ചാടി എന്ന് പറഞ്ഞാല് അങ്ങോട്ടും ഇങ്ങോട്ടും. നോവ് എന്ന് പറഞ്ഞാല് വേദനയാണ്. നോവ്, എന്നെ നോവിക്കല്ലേ, നിനക്ക് നോവുമേ എന്ന് പറഞ്ഞാല് നിനക്ക് വേദനയാവുമേ, എന്നെ വേദനിപ്പിക്കല്ലേ എന്നൊക്കെയാണ് കേട്ടോ അർത്ഥം. അതുപോലെ ഭൂഷണം, ഇതിൽ പറയുന്നുണ്ട് കുട്ടിക്ക് ഒരുപാട് മുറിവ് പറ്റാണ്. അപ്പൊ അമ്മ ആശ്വസിപ്പിക്കുന്നത് എങ്ങനെയാണ്? അറിയാ പൈതലാണെന്നേ, ചെറിയ കുട്ടിയാണെന്നേ, അപ്പോ നിനക്ക് പറ്റുന്ന ഈ ഒരു മുറിവ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഭൂഷണമാണ്, നിനക്കൊരു ഭൂഷണമാണ്, നിനക്കൊരു അലങ്കാരമാണ് കുഞ്ഞേ എന്ന് പറയുന്നുണ്ട് അല്ലെ. ഇനി ഉരച്ചു എന്ന് പറഞ്ഞാൽ എന്താ? ഉര ചെയ്യുക, പറയുക. ഉര ചെയ്യുക, പറയുക. ക്ഷതം എന്ന് പറഞ്ഞാൽ മുറിവാണ് കേട്ടോ. ക്ഷതം, മുറിവ്. ക്ഷതം, മുറിവ്. ഇനി സ്ഫുരിച്ച എന്ന് പറഞ്ഞാല് തെളിഞ്ഞ, നല്ല സ്ഫുരിച്ച അല്ലെ, തെളിഞ്ഞ. അളി എന്ന് പറഞ്ഞാൽ എന്താണ്? വണ്ടാണ്. അളി, വണ്ട്. ശശി എന്ന് പറഞ്ഞാല് ചന്ദ്രൻ, നമ്മൾ ആകാശത്ത് കാണുന്ന ചന്ദ്രന് മറ്റൊരു പേര് ശശി. ഇതിന്റെ ഒരു പാട്ടിലൂടെ ടീച്ചർ ഒരു ഇതൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു, ചന്ദ്രന്റെ. അമ്പിളി ഹിന്ദു തിങ്കൾ, അത് ആ വീഡിയോസിലുണ്ട്, പോയി കണ്ടുപിടിക്കണം കേട്ടോ. ഇനി എനിക്ക് പറയാനുള്ളത് നമ്മുടെ പൃഥ്വി ബാച്ചിനെ പറ്റിയാണ്. പൃഥ്വി ബാച്ചിലെ മെഗാ ഓഫറോട് കൂടി 30% ഓഫറോട് കൂടി അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. തുടർന്നു കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, ബാച്ചിൽ കാണാം കേട്ടോ.